നമസ്കാരം. പശ്ചിമേഷ്യ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഇറാനിൽ രഹസ്യമായി വ്യോമാക്രമണം നടത്തിയെന്ന വാർത്തകൾ പുറത്തുവരുന്നു. വാൾ സ്ട്രീറ്റ് ജേണലാണ് ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത്. വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടെ മേഖലയിലെ മറ്റൊരു പ്രധാന ശക്തിയായ നേരിട്ട് ഇറാനെതിരെ സൈനിക നടപടി എടുത്തു എന്നത് ലോകരാഷ്ട്രങ്ങളെ അമ്പരിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസം ആദ്യമായിരുന്നു ആ നിർണായകമായ സൈനിക നീക്കം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ് യുടെ മിറാഷ് വിമാനങ്ങൾ അതീവ രഹസ്യമായി ഇറാന്റെ മണ്ണിൽ ബോംബിടുകയായിരുന്നു. ഇറാന്റെ 10ാമത്തെ വലിയ സിഫ്രനിയായ ലവാൻ ഐലൻഡിൽ വൻ തീപിടുത്തമുണ്ടാവുകയും മാസങ്ങളോളം ഇതിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തു. പ്രതിദിനം 60,000 ബാരൽ എണ്ണ ശുദ്ധീകരിക്കുന്ന ഈ കേന്ദ്രം തകർന്നത് ഇറാന്റെ ആഭ്യന്തര ഇന്ധന വിതരണത്തെ സാരമായി ബാധിച്ചു. ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സാഹസത്തിന് മുതിർന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുടെ ആക്രമണം പുറത്തുവന്നതോടെ ഇറാൻ അതിശക്തമായി പ്രതികരിച്ചു. ഏപ്രിൽ 8 പുലർച്ചെ യിലെയും കുവൈറ്റിലേക്കും 17 ബാലിസ്റ്റിക് മിസൈലുകളും 35 ഡ്രോണുകളുമാണ് ഇറാൻ അയച്ചത്. 2026 ഫെബ്രുവരിയിൽ യുദ്ധം തുടങ്ങിയതു മുതൽ ഇതുവരെ ഏകദേശം 2800-ലധികം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് നേരിട്ടത്. ഇതിൽ 550-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടുന്നു. അമേരിക്കയുടെ താഡ് പാട്രിയോട്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ് വലിയ ദുരന്തങ്ങളിൽ നിന്ന് കാക്കുന്നത്. എങ്കിലും ഇസ്രായേലിനേക്കാൾ കൂടുതൽ തവണ ഇറാനിൽ ആക്രമിക്കപ്പെട്ട രാജ്യമായി മാറിയിരിക്കുന്നു. ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങൾ അസംബന്ധം എന്ന് വിളിച്ച് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞതോടെ മേഖലയിലെ വെടിനിർത്തൽ പ്രതിസന്ധിയിലായി. സമാധാന കരാർ ഇപ്പോൾ വെറും ലൈഫ് സ്പോട്ടിൽ ആണെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഫോർമസ് കടലിടുക്ക് വഴി ഇനി എണ്ണ നീക്കം സുരക്ഷിതമാകില്ലെന്ന ഭയം ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $104 മുകളിലെത്തി. ഈ യുദ്ധം യുടെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ദുബായ്, അബുദാബി ഓഹരി വിപണികളിൽ നിന്ന് ഏകദേശം $120 ബില്യൺ ഇതിനോടകം മേഖലയ്ക്ക് നഷ്ടപ്പെട്ടത്. ടൂറിസം മേഖലയ്ക്കും ഏവിയേഷൻ മേഖലയ്ക്കും വലിയ തിരിച്ചടിയാണ് ലഭിക്കുന്നത്. 18,000-ലധികം വിമാന സർവീസുകളാണ് യുദ്ധം കാരണം റദ്ദാക്കിയത്. സമാധാന ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ഈ നേർക്കുനേർ പോരാട്ടം ഒരു വൻ ലോകയുദ്ധമായി മാറുമോ എന്ന ആശങ്കയിലാണ് ലോകം.